എന്തൊരു ബന്ധമായി പറയുന്ന നോക്കിക്കുക, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അപ്പോഴും ഞാൻ കൂടെ നിൽക്കും. അതാണ് എബൈഡിങ്. നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ഇടയിൽ ഇത് വേണമെന്നേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കാമെന്നൊക്കെ വമ്പൻ ഓഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച സ്നേഹം അതല്ല. കുരിശിലേക്ക് കയറുന്നതിന് മുമ്പ് ഒടുവിലത്തെ വാക്കുകളിൽ അവൻ പറഞ്ഞിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം സമാധാനം എന്നാൽ സഹനത്തെ എടുത്തു മാറ്റുന്നുവെന്നോ സഹനമില്ല എന്നോ അല്ല. അവനിപ്പോൾ ശാന്തമായി സംസാരിക്കുന്നു, കാരണം കൊടുങ്കാറ്റ് ചാരത്തുണ്ട്. കർത്താവിന്റെ കുരിശോളം എത്തിയ, മരണത്തോളം എത്തിയ അവന്റെ സ്നേഹം നമ്മുടെ ഈ ബന്ധത്തെ തിരിച്ചു പിടിക്കുന്നു. ക്രൂശിതനായ കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിച്ചാലേ ട്രൂ ക്രിസ്ത്യൻ ലവ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കിയ പ്രാക്ടിക്കലായിട്ട് ലോകം മുഴുവൻ പറയുന്നത് സ്നേഹത്തെക്കുറിച്ച്, എല്ലാ പാട്ടും സ്നേഹത്തെക്കുറിച്ചാണ്, സിനിമകൾ സ്നേഹത്തെക്കുറിച്ചാണ്. പക്ഷേ ആ സ്നേഹവും ഈശോയുടെ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. റിലേഷൻഷിപ്സ് ഒക്കെ വളരെ ടെമ്പററി ആകുന്ന കാലത്ത്, റിലേഷൻഷിപ്സിന്റെ ഒക്കെ ആധാരം എൻ്റെ തന്നെ ഓൺ കംഫർട്ട് ആകുന്ന കാലത്ത് ക്രൈറ്റീരിയ അതാണ്. എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ സ്നേഹിക്കും, നീ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ദിസ്. കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സ്നേഹം പഠിപ്പിക്കുകയാണ് ഈശോ കുരിശിലെന്ന് മനസ്സിലാക്കണം. ഒരാൾ വസിക്കുമ്പോഴാണ് സ്നേഹത്തിന് ആഴമേറുന്നത്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം, മാർഗം, the way, walking with Christ from ashes to Alleluia. കർത്താവിൻ്റെ സ്ലീവായിലേക്ക്, കാൽവരിയിലേക്ക് നമ്മൾ നടത്തുന്ന ഈ സുന്ദരമായ യാത്രയിലേക്ക്, കാൽവരിയിൽ നിന്ന് കല്ലറയിലേക്കും കല്ലറയിൽ നിന്ന് ഹല്ലേലൂയയിലേക്കും നമ്മൾ നടത്തുന്ന ഈ യാത്രയിൽ നമ്മൾ സഹയാത്രികരാണ്. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. സുന്ദരമാണ് ഈ അനുഭവം, ഈ യാത്ര എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, നമ്മൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസം സായാഹ്നത്തിൽ 8 മണിക്ക് നിങ്ങളിലേക്ക് ഇതെത്തുമ്പോൾ, ഞായറാഴ്ച എല്ലാവരും വീട്ടിലുള്ള ദിവസമാകും സാധാരണഗതിയിൽ. കൂടുതൽ ആൾക്കാർ ഇത് കേൾക്കട്ടെ, കൂടുതൽ ആളുകളിലേക്ക് ഇത് പങ്കുവയ്ക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരേ സമയം ഒരു ധ്യാനമാണ്, ഒപ്പം തന്നെ ഒരു ബൈബിൾ സ്റ്റഡി കൂടിയാണ്. ഈശോയുടെ ഈ രക്ഷാകര കർമ്മത്തെ നമ്മളിങ്ങനെ ധ്യാനിച്ച് പഠിച്ച് നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. എന്നോട് വളരെ അടുപ്പമുള്ളവർ പറയുകയായിരുന്നു, നോട്ട്ബുക്കൊക്കെ അച്ഛൻ കുറിച്ച് വെച്ച് ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര ഗൗരവത്തോടെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാനത് എളിമയോടുകൂടി തന്നെ ഏറ്റുപറയട്ടെ. ഒരുങ്ങിയാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെ സാധാരണ പോലെ നിന്നങ്ങ് പറയുകയല്ലല്ലോ, ഒരുങ്ങിയാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗൗരവം നിങ്ങളും എടുക്കുന്നതിൽ ഞാനത് സന്തോഷം അറിയിക്കട്ടെ. ഇന്നത്തത് ഒരല്പം സമയമെടുക്കും. ഞാനൊരു 10-15 മിനിറ്റൊക്കെ ആവറേജ് വെച്ച് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഉപവാസത്തിൻ്റെ എപ്പിസോഡാണ് അല്പം അധികം സമയം എടുത്തത്, അതിന് സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. ഇന്നത്തതും നമ്മളധികം ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് അല്പം സമയം എടുക്കും. പക്ഷേ ഇറ്റ്സ് വർത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ധ്യാനപൂർവ്വം അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ചിന്ത, ദ ഫൈനൽ ടീച്ചിങ്സ് ബിഫോർ പാഷൻ. ദ ഫൈനൽ ടീച്ചിങ്സ് ബിഫോർ പാഷൻ. പീഡാസഹനത്തിന് മുമ്പ് ഈശോയുടെ ഒടുവിലത്തെ പഠിപ്പീരുകളുണ്ട്, അവസാനത്തെ കുറച്ച് പഠിപ്പീരുകൾ. എന്ന് വെച്ചാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം തൊട്ട് 17-ാം വാക്യം വരെയും, സിനോപ്റ്റിക്സിൽ മത്തായി, മാർക്കോസ്, ലൂക്കായിൽ ഈ വിടവാങ്ങൽ പ്രസംഗമുണ്ട്, അവസാനത്തെ ഫൈനൽ ഡിസ്കോഴ്സ്. അതൊക്കെ ഈ ഭാഗമാണ്, ഈ പറഞ്ഞ കാര്യമാണ് ദ ഫൈനൽ ടീച്ചിങ്സ്. ഇതിനെ നമ്മൾ ഇങ്ങനൊരു ധ്യാന വിഷയമാക്കാൻ കാര്യം എന്തെന്നറിയാമോ? ദ ലാസ്റ്റ് വേർഡ്സ് മാറ്റേഴ്സ്. ഒടുവിലത്തെ വാക്കുകൾക്ക്, അവസാനത്തെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതായത് സഹനം, മരണം അടുത്തെത്തുമ്പോൾ, വെൻ സഫറിങ് ഓർ ഡെത്ത് ഇസ് നിയർ, എന്ത് സംഭവിക്കും? വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവിക്കാറുള്ളത്? ഒരു സഹനം, ഒരു മരണം വളരെ അടുത്തുണ്ടെന്ന് വിചാരിക്കുക. അത്തരമൊരു സിറ്റുവേഷനിൽ വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സംഭവിക്കാറുള്ളത്? വേർഡ്സ് ബിക്കം ഫ്യൂവർ. വേർഡ്സ് ബിക്കം ഫ്യൂവർ. വാക്കുകൾ വിരളമാകും. അധികം സംസാരിക്കില്ല, വാക്കുകൾ വിരളമാകും. മീനിങ്സ് ബിക്കം ഡീപ്പർ. വാക്കുകൾ വിരളമാകുമ്പോഴും വിരളമായി ഉച്ചരിക്കപ്പെടുന്ന വാക്കുകൾക്ക് ആഴം കൂടും. ലവ് ബിക്കംസ് മോർ അർജൻറ്റ്. തിടുക്കത്തിലാകും സ്നേഹമൊക്കെ. സ്നേഹത്തിനൊരു തിടുക്കം വരും. സമയം കഴിയാറായി,
നോക്കിക്കേ, വേർഡ്സ് ബിക്കം പ്യുവർ, മീനിങ്സ് ബിക്കം ഡീപ്പർ ആൻഡ് ലവ് ബിക്കംസ് മോർ അർജൻറ്റ്. ഇവിടെ ഈശോ ഈ അവസാനത്തെ വാക്കുകളൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈശോയുടെ ഈ പീഡാസഹനത്തിന് ഒരുക്കമായി പാഷനിലേക്ക് അവൻ അടുക്കുമ്പോൾ അവൻ പറയുമ്പോൾ അവസാനത്തെ വാക്കുകൾ ഈ പറഞ്ഞ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് പ്രത്യേകതകൾ എന്തെന്നറിയാമോ? അവൻ്റെ ഈ ടീച്ചിങ്ങിൻ്റെ ടോൺ മാറി തുടങ്ങും. ഈശോയുടെ പഠിപ്പീരിൻ്റെ ഒരു ടോൺ, രീതി മാറുകയാണ്. അതുവരെ മയത്തിലൊക്കെ എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നത് പോലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈശോയുടെ പഠിപ്പീരിൻ്റെ കാഠിന്യമേറും. അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ പഠിപ്പിൻ്റെ ടോൺ മാറുന്നുണ്ട്. മിറക്കിൾസ് റിസീവ്ഡ്. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കുറയുകയാണ്. അതൊക്കെ ആദ്യമായിരുന്നു, ഫസ്റ്റ് ഫേസിലായിരുന്നു. പിന്നെ ഇനി അധികം അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നുമില്ല. മെല്ലെ എല്ലാം വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. കൂടുതൽ ടീച്ചിങ് വരുന്നു. ഒപ്പം ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത, തീക്ഷ്ണത കൂടാൻ തുടങ്ങി. പറയുന്ന കാര്യങ്ങളുടെ തീവ്രത കൂടാൻ തുടങ്ങി. ഈ ഫൈനൽ ടീച്ചിങ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യോഹന്നാൻ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലും പിന്നെ ഈ സിനോപ്റ്റിക്സിലെ ഫെയർവെൽ ഡിസ്കോഴ്സ്, അത് പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭാഗങ്ങളുണ്ടല്ലോ, ആ മൊമെൻറ്റിലേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നോട്ട് ജസ്റ്റ് ടു ലിസൺ, ഇത് കേട്ടാൽ പോരാ, നോട്ട് ജസ്റ്റ് ടു ലിസൺ ബട്ട് എബൈഡ് ഇൻ ദോസ് വേർഡ്സ്. ആ പറയുന്ന കർത്താവ് പറയുന്ന വാക്കുകളിൽ നമ്മൾ വസിക്കണം. വി മസ്റ്റ് എബൈഡ് ഇൻ ദോസ് വേർഡ്സ്. ജസ്റ്റ് കണ്ടുകൊണ്ട് നിന്നാൽ പോരാ, കേട്ടുകൊണ്ട് നിന്നാൽ പോരാ. നമ്മൾ ഇന്ന് എടുക്കുന്ന കീ സ്ക്രിപ്ചർ, പ്രധാനപ്പെട്ട വാക്യം ഏതെന്നറിയാമോ? യോഹന്നാൻ സുവിശേഷം. ബൈബിളിൽ എടുത്തു. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം. അതായത് ഈ പറയുന്നതിൻ്റെ എൻട്രൻസ് ആണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാൻ 13:1. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇതാണ് നമുക്കുള്ള താക്കോൽ. ഇനി വരുന്ന ഭാഗത്തേക്ക് കയറാനുള്ള താക്കോലാണ് 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നതെല്ലാം, ഇനി എന്തൊക്കെയാണോ ഈ വാക്യത്തിൻ്റെ പിന്നാലെ വരുന്നത്, അതൊക്കെ ഈ വാക്യം ഒഴുകുകയാണ്. ഇനി അങ്ങോട്ട് വരുന്നതൊക്കെ ഈ വാക്യത്തിൽ നിന്ന് ഫ്ലോസ് ഫ്രം ദ ലവ്. ഇവിടെ പറയുന്നില്ലേ, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇനി അങ്ങോട്ട് ആ സ്നേഹം കുത്തി ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി വരുന്ന പഠിപ്പീരുകളിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ അവൻ കഴുകുമ്പോൾ, പീഡാസഹനത്തിൻ്റെ യാതനകൾ അവൻ ഏറ്റെടുക്കുമ്പോൾ, അതെല്ലാം ഈ സ്നേഹത്തിൻ്റെ കുത്തൊഴുക്കാണ് എന്ന് മനസ്സിലാക്കണം. ഇനി പഴയ നിയമത്തിൽ ഇപ്പം നമ്മൾ ധ്യാനിക്കുന്നത് എന്താ? ഈ ഷോയുടെ അവസാനത്തെ വാക്കുകൾ, ഫെയർവെൽ ഡിസ്കോഴ്സ്. ഇത് പഴയ നിയമം തൊട്ടേയുള്ളൊരു ശൈലിയാണ്. പഴയ നിയമത്തിൽ ഇതിൻ്റെ സൂചനകൾ കാണാൻ പറ്റും. ഇതിൻ്റെ വേരുകൾ പഴയ നിയമത്തിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചു പോകാം. അതായത് അവരുടെ വിടവാങ്ങലിന് മുമ്പ് ഇവരെല്ലാം ഇങ്ങനൊരു ഫൈനൽ സ്പീച്ച് നടത്തുന്ന രീതിയുണ്ട്. ഒരു പ്രസംഗം പറയുന്ന, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് കൊടുക്കുന്ന രീതി. അത് മോശയുടെ കാര്യത്തിൽ നിയമാവർത്തന പുസ്തകം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഡ്യൂട്രോണമി ചാപ്റ്റർ 31 to 33 നമ്മൾ കാണുന്നുണ്ട്. there is a farewell discourse from the part of Moses. മോശ ഈ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നു. ജോഷുവ മരണത്തിന് മുമ്പ് ഇതുപോലൊരു വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നുണ്ട്. അത് ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം, 23-ഉം 24-ഉം അധ്യായങ്ങൾ. ദ ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 23 and 24. ഇനി ദാവീദ്, സോളമൻ്റെ ഭരണം ആരംഭിക്കുന്നതിന് മുമ്പ് ദാവീദ് ഇതുപോലൊരു വിടവാങ്ങൽ പ്രസംഗം, അത് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 2, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ഈ വിടവാങ്ങൽ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വായിക്കാൻ സമയം കിട്ടുമെന്ന്. എന്നാലും പറ്റുന്നവർ അത് വായിക്കുകയാണെങ്കിൽ നല്ലത്, നിർബന്ധമില്ല. പക്ഷേ വായിക്കാൻ പറ്റുന്നവരും വായിക്കാൻ കഴിയാതെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ ഈ 3 പേരുടെ, ആരുടെയൊക്കെ? മോശ, ജോഷുവ, ദാവീദ്, ഇവരുടെ 3 പേരുടെയും വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഒരു ശൈലി, സമ്മറൈസസ് ഗോഡ്സ് കവനന്റ്. ദൈവത്തിൻ്റെ ഉടമ്പടിയെ അവർ ആ അവസാനത്തെ പ്രസംഗത്തിൽ ഒന്നോടൊന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2, ഇൻഫിഡലിറ്റി, അവിശ്വസ്തതയ്ക്കെതിരെ അപായമണി മുഴക്കുന്നുണ്ട്.
കർത്താവിനോട് അവിശ്വസ്തത കാണിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒടുക്കം കർത്താവിൽ ആശ്രയിക്കാൻ ജനത്തെ ഒരുക്കുന്നുണ്ട്. ഇത് മൂന്നുമാണ് ഇവരുടെ പ്രസംഗങ്ങളുടെ ഒരു പൊതുശൈലി. നമുക്ക് ഈശോയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മോശ നിയമം കൊടുത്തു. അവസാനം മോശ എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുക. മോസസ് ഗിവ്സ് ലോ. മോശ നിയമം കൊടുക്കുന്നു. എന്നാൽ ഈശോയാകട്ടെ, ജീസസ് ഗിവ്സ് ഹിംസെൽഫ്. ഈശോ തന്നെ കൊടുക്കുന്നു. ഇനി നമ്മൾ കാണുന്നത്, അപ്പോൾ നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഇതൊരു ശൈലിയായിട്ട് പഴയ നിയമത്തിൽ കാണാൻ പറ്റുമെന്ന് മനസ്സിലാക്കുമായിരുന്നു. ഒരെണ്ണം കൂടുണ്ട്. ജെറമ്യയുടെ പുസ്തകത്തിൽ, അതായത് ഈ പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനം, ഇനി ഒരു പുതിയ ശൈലി വരാൻ പോവാണെന്ന് പുതിയ ഉടമ്പടിയുടെ വാഗ്ദാനം ജെറമ്യയിൽ കാണാൻ പറ്റും. ജെറമ്യ പുസ്തകം 31 അധ്യായം 33 വാക്യം. ജെറമ്യ 31:33 ഇങ്ങനെയാണത്: കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. നിയമം ഉള്ളിലേക്ക് കയറുകയാണ്. അതുവരെ കൽപ്പലകകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന, സ്റ്റോണിൽ, കല്ലിൽ കുറിച്ചിരുന്ന നിയമം ഉള്ളിലേക്ക് കയറുന്നു. ഇത് സംഭവിക്കുന്നത് എവിടെയാ? മാളിക മുകളിൽ. ഈശോയുടെ അന്ത്യത്താഴത്തിൽ അത് ആരംഭിക്കുകയാണ്. നിയമം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നോ ലോങ്ങർ ദ ലോ ഈസ് റിട്ടേൺ ഓൺ ദ സ്റ്റോൺ ബട്ട് ഓൺ ദിയർ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ ഇറ്റ് ഈസ് എംബോഡീഡ് ഇൻ ക്രൈസ്റ്റ് ലവ്. മിശിഹായുടെ സ്നേഹത്തിൽ നിയമം ശരീരം ധരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് പെന്തക്കുസ്തായിൽ. ഇവിടെ ഈ സഹിയോൻ മാളിക, അവിടെ പെന്തക്കുസ്തായിൽ അതേ മാളിക മുകളിൽ വീണ്ടും അത് നിറയുകയാണ്. നിയമം ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ അവസാനത്തെ ഈ പ്രസംഗങ്ങളിൽ, വിടവാങ്ങലിൽ ഒക്കെ ഈ സ്നേഹം ഈശോ ധരിക്കുകയാണ്. സ്നേഹമായി അവൻ മാറുന്നത് മനസ്സിലാക്കുന്നു. ഇനി ഈശോയുടെ ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ, ഈ ഫൈനൽ ടീച്ചിങ്ങിൽ 3 പ്രധാനപ്പെട്ട കാര്യം, അതൊരു എക്സ്ട്രാ കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കുക. സാധാരണ നമ്മൾ പഴയ നിയമമൊക്കെ മനസ്സിലാക്കി വന്നാൽ പിന്നെ നമ്മൾ പിതാക്കന്മാരെ പഠിക്കാൻ പോകും. നമ്മൾ പിതാക്കന്മാരിലേക്ക് പോകും. ഇന്ന് ഒരു പിതാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു പിതാവിനെ കുറിച്ചെങ്കിലും നമ്മൾ ഇന്ന് പഠിക്കും, സഭാപിതാക്കന്മാരുടെ. പക്ഷേ ഈശോയുടെ ഈ ഫൈനൽ ടീച്ചിങ്ങിൽ, ഒടുവിലത്തെ ഈ പ്രസംഗത്തിൽ, പഠിപ്പീരിൽ ഒരു 3 തീം പ്രധാനമായിട്ടും വരുന്നുണ്ട്. അത് നമുക്കിന്ന് നമ്മുടെയൊക്കെ കോണ്ടെക്സ്റ്റിൽ കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുത്താൽ നല്ലതാണ്. ഒന്നാമത്തത്, യോഹന്നാൻ സുവിശേഷം, ബൈബിൾ ഉണ്ടെങ്കിൽ ഒരു 3 തീം അടയാളപ്പെടുത്തി വെച്ചു. ഒന്ന്, യോഹന്നാൻ സുവിശേഷം 13 അധ്യായം 34 വാക്യം. യോഹന്നാൻ 13:34. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. എ ന്യൂ കവനന്റ്, ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ കൽപ്പന, എ ന്യൂ കമാൻഡ്മെൻറ്റ് നൽകുകയാണ്. പുതിയ കൽപ്പന. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി വെച്ചേ. നോട്ട് റെസിപ്രോക്കൽ കൺവീനിയൻസ്. അതായത് ഈ പുതിയ സ്നേഹത്തിൻ്റെ പ്രത്യേകത, നീ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാം എന്നുള്ളതല്ല. നീ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എ ലവ് വിതൗട്ട് റെസിപ്രോക്കൽ കൺവീനിയൻസ്. നമ്മൾ മാത്സ് പണ്ട് പഠിച്ചതല്ലേ, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. ഇവിടുന്ന് അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്. ആ റെസിപ്രോക്കൽ കൺവീനിയൻസ് ഇല്ലാത്ത സ്നേഹം, അതാണ് കർത്താവിൻ്റെ സ്നേഹം. പുതിയ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. മൈ ലവ് ഈസ് വിതൗട്ട് റെസിപ്രോക്കൽ കൺവീനിയൻസ്. രണ്ടാമത്തത്, നോട്ട് ഇമോഷണൽ അഫെക്ഷൻ. കേവലം ഒരു വൈകാരിക അടുപ്പമല്ല, അതിനപ്പുറത്ത് ആഴമുള്ളൊരു ബന്ധമാണ് ഈശോയുടെ സ്നേഹം. അപ്പോൾ ഒന്ന്, യോഹന്നാൻ 13:34 ഈശോയുടെ ന്യൂ കമാൻഡ്മെൻറ്റ്, പുതിയ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പന. രണ്ടാമത്തത് യോഹന്നാൻ 15:4 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എബൈഡിങ് ലവ്. ആദ്യമേ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അടുത്തത് എബൈഡിങ് ലവ് ആണ് ഇവിടെ എല്ലാം അവതരിപ്പിക്കുന്നത്. എബൈഡ് ഇൻ ഹിം. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. എബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ എബൈഡ് ഇൻ യു. പരസ്പരം മ്യൂച്വൽ എബൈഡിങ് ആണ്. അത് ഈ അവസാനം വരുമ്പോഴൊക്കെ ഈശോ ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, ഇൻറ്റൻസ് ആകുക കാര്യങ്ങൾ. ആദ്യമൊക്കെ ഈശോ തുടക്കത്തിലൊക്കെ ഇങ്ങനെ മയത്തിലൊക്കെ പറഞ്ഞു പോയത് ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ഇൻറ്റൻസ്. എന്തൊരു ബന്ധമായി പറയും നോക്കിക്കുക. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. എബൈഡിങ്. അതായത് ഈ എബൈഡിങ് സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? റിമൈനിങ് ഈവൻ വെൻ അണ്ടർസ്റ്റാൻഡിങ് ഫെയിൽസ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അപ്പോഴും ഞാൻ കൂടെ നിൽക്കും. അതാണ് എബൈഡിങ്. റിമൈനിങ് ദെയർ ഈവൻ വെൻ അണ്ടർസ്റ്റാൻഡിങ് ഫെയിൽസ്.
ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, സ്റ്റിൽ ഐ വിൽ ബി ദെയർ. നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ഇടയിൽ ഇത് വേണമെന്നേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. എല്ലാം മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കാമെന്നൊക്കെ വമ്പൻ ഓഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ദാറ്റ് ഈസ് നോട്ട് ദ ലവ് വിച്ച് അവർ ലോർഡ് ഹാസ് ടോട്ട് us. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച സ്നേഹം അതല്ല. എബൈഡ് ഇൻ മീ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഈശോ ഇപ്പോഴേ പറയുകയാണ്, എടാ എൻ്റെ കൂടെ വസിക്കണേ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകത്തൊന്നുമില്ല കേട്ടോ. മനസ്സിലായില്ലെങ്കിലും കൂടെ കണ്ടേക്കണേ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുപോലെ എൻ്റെ കൂടെ ഉണ്ടാകണം. സ്റ്റേയിങ് വെൻ കംഫർട്ട് ഡിസപ്പിയേഴ്സ്. കംഫർട്ട്, എൻ്റെ ആ സൗകര്യം, എൻ്റെ ആ ഒരു കംഫർട്ടില്ലേ, അതിനിപ്പോൾ നല്ല മലയാളം എന്നാ പറയുന്നത്, കംഫർട്ട് ഇല്ലാതാകുന്ന നേരത്തും കൂടെ നിൽക്കുന്നു. ഇന്നിപ്പം അതൊക്കെയാണ് സ്നേഹത്തിൻ്റെ ആധാരം. എനിക്ക് കംഫർട്ടബിൾ ആകുന്നിടത്തോളം ഐ വിൽ വിത്ത് യു. എൻ്റെ കംഫർട്ടിനെ കളഞ്ഞിട്ട് എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. എൻ്റെ കംഫർട്ടാണ് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അവിടെ ഈ ഈശോയുടെ ഈ എബൈഡിങ് ലവ്, നീ എന്നിൽ വസിക്ക്, ഞാൻ നിന്നിൽ വസിക്കാം, ഇത് വേറെ ലെവലാണ് സ്നേഹത്തിൻ്റെ. ഇൻറ്റൻസ് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ പ്രത്യേകതയാണ് ഈ പറയുന്നത്, റിമൈനിങ് ദെയർ വെൻ അണ്ടർസ്റ്റാൻഡിങ് ഫെയിൽസ്. ഒന്നും മനസ്സിലാക്കാതെ വരുമ്പോഴും കൂടെ നിൽക്കുക. കംഫർട്ട് ഇല്ലാതാകുമ്പോഴും കൂടെ നിൽക്കുക. മൂന്നാമത്തത് ഫിഡലിറ്റി ഡ്യൂറിങ് ഡാർക്ക്നെസ്. ചുറ്റും ഇരുട്ടാണ്, ആ ഇരുട്ടിൻ്റെ നേരത്തും വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കുക. ഈശോ പറഞ്ഞൊരുക്കുക, എൻ്റെ മക്കളെടാ, കുറച്ച് കഴിയുമ്പോൾ ആകാശം ഇരുണ്ടു പോകൂടാ, കുറച്ച് കഴിയുമ്പോൾ ആകാശം ഇരുണ്ടു പോകും, കണ്ണിൽ കാഴ്ച മറയും, ഒരു ചുവട് വെക്കാൻ ആവതില്ലാതെ നീ കിതയ്ക്കും. ആ നേരത്തും എന്നോട് പറ്റി നിൽക്കണം, ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. ഫിഡലിറ്റി ഡ്യൂറിങ് ഡാർക്ക്നെസ്. ഇരുട്ട് പടരുന്ന നേരത്തും കർത്താവെ നീ മതിയേ എന്ന് പറഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിലേക്ക് കർത്താവ് ഒരു ഒരുക്കുകയാണ്. അതിൻ്റെ സമയമായി. വേർഡ്സ് ബിക്കമിങ് ഫ്യൂവർ. ആദ്യം പറഞ്ഞില്ലേ, വാക്കുകൾ ചുരുങ്ങുകയാണ്, വാക്കുകൾ കാഴം കൂടുകയാണ്. സ്നേഹത്തിന് ഇൻറ്റൻസ് തീക്ഷ്ണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഒന്ന് ലവ് ആസ് ദ ന്യൂ കമാൻഡ്മെൻറ്റ്. സെക്കൻഡ് വൺ എബൈഡിങ് ലവ്. മൂന്നാമത്തത് യോഹന്നാൻ സുവിശേഷം 14:27 യോഹന്നാൻ 14:27. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. പീസ്, ദ ഗിഫ്റ്റ് ഓഫ് പീസ്. നിങ്ങൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഈ ആശയങ്ങളൊക്കെ പിന്നെയും വരും. നിങ്ങൾക്ക് ഞാൻ സമാധാനം തന്നിട്ട് പോകുന്നു. ഈ സമാധാനത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ സമാധാനം ഡസ് നോട്ട് റിമൂവ് സഫറിങ്. സമാധാനം എന്ന് വെച്ചാൽ സഹനത്തെ എടുത്ത് മാറ്റുന്നതല്ലെന്നാണ് നല്ല തെളിവായത്. കുരിശരോട് കയറാൻ പോവുക. ശിഷ്യന്മാർക്കും നല്ല കാലമൊന്നും അല്ല വരാൻ പോകുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ സമാധാനം തന്നിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ സമാധാനം ഡസ് നോട്ട് റിമൂവ് സഫറിങ്. സഹനത്തെ എടുത്തു മാറ്റുന്നതല്ല സമാധാനം. പിന്നെയോ സസ്റ്റെയിൻസ് us വിത്തിൻ സഫറിങ്. സഹനത്തിൻ്റെ നടുക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്നതിൻ്റെ പേരാണ് ഈ സമാധാനം. നമുക്കിന്ന് വേണ്ടത് ആ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുക സമാധാനത്തെ. നമ്മുടെ വിചാരത്തിൽ സമാധാനം ഒരു സഹനവുമില്ലാത്ത നേരമാണ് സമാധാനമെന്നാണ്. കുരിശിലേക്ക് കയറുന്നതിന് മുമ്പ് ഒടുവിലത്തെ വാക്കുകളിൽ അവൻ പറഞ്ഞിട്ട് പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം സമാധാനം എന്നാൽ സഹനത്തെ എടുത്തു മാറ്റുന്നുവെന്നോ സഹനമില്ല എന്നോ അല്ല, മറിച്ച് ഈ സമാധാനം സസ്റ്റെയിൻസ് us ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സഫറിങ്. സഹനത്തിൻ്റെ നടുക്ക്, സഹനക്കടലിൻ്റെ നടുക്ക്, സഹനക്കാറ്റിൻ്റെ നടുക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്നതിൻ്റെ പേരാണ് കർത്താവ് തരുന്ന സമാധാനം. ആ സമാധാനമാണ് ഈശോ സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വാക്കുകളിൽ നമ്മൾ എബൈഡ് ചെയ്യാൻ തുടങ്ങണം. ഇത് ഇൻറ്റൻസ് ആണ് ഈ വാക്കുകൾ. നിങ്ങളിത് പറ്റുമെങ്കിൽ വായിക്കണം. ഈ 13 തൊട്ട് 17 വരെ ഇന്നത്തെ ഹോംവർക്ക് അതാണ്. ആ വാക്കുകളിലേക്ക് നമ്മൾ മെല്ലെ കയറണം. ഈ രക്ഷാകര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ദ ഹോൾ സാൽവേഷൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് ഈ അവസാനത്തെ വാക്കുകൾക്കില്ലേ നമ്മൾ ഈ പറയുന്ന ഈ ഫൈനൽ ഡയലോഗ്, ഫൈനൽ കർത്താവിൻ്റെ ഈ വിടവാങ്ങൽ, ഫെയർവെൽ ഡിസ്കോഴ്സ്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പബ്ലിക് മിനിസ്ട്രി അവസാനിച്ചു. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കുറച്ച് മുമ്പ് ഇനിയിപ്പോൾ അവിടെ ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ പൊതു ശുശ്രൂഷയൊക്കെ അവസാനിച്ചു. അതങ്ങനെയാണ്. മരണം അടുത്തെത്തുമ്പോൾ, സഹനം അടുത്തെത്തുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ മാത്രം ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് അവസാനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പബ്ലിക് മിനിസ്ട്രി എൻഡ്സ്. നമ്മളെല്ലാവരും പറയുന്ന ഈശോയുടെ പരസ്യ ശുശ്രൂഷ അത് 30-ാം വയസ്സ് തുടങ്ങി, എപ്പോൾ അവസാനിച്ചു എന്നുള്ളത് നമ്മൾ പറയാറില്ല. നമ്മൾ കുരിശുമരണം വരെ, ഉദ്ധാനം വരെ പബ്ലിക് മിനിസ്ട്രി ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷേ ഇവിടെ വേറൊരു വ്യത്യാസം കിടപ്പുണ്ട്. പതുക്കെ അതങ്ങ് ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ പബ്ലിക് മിനിസ്ട്രി അവസാനിച്ച് പ്രൈവറ്റ് ഫോർമേഷൻ ഇൻറ്റൻസിഫൈസ്.
അതുവരെ നാട്ടുകാരുടെ കൂടെ നടന്നാണ് ശിഷ്യന്മാരെ ഈശോ പരിശീലിപ്പിച്ചതെങ്കിൽ ഇവ പബ്ലിക് മിനിസ്ട്രിയൊക്കെ അവസാനിപ്പിച്ച് ഇവർക്ക് പ്രൈവറ്റ് ഫോർമേഷൻ, ഇൻറ്റൻസ് ക്രാഷ് കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇൻറ്റൻസ് പ്രൈവറ്റ് ഫോർമേഷൻ ഈശോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഇൻറ്റിമേറ്റ് ഫേസിലേക്ക് കാര്യങ്ങൾ കയറുകയാണ്. ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഉടമ്പടി വ്യക്തിപരമാവുകയാണ്. കവനന്റ് ബിക്കംസ് പേഴ്സണൽ. ഒരു അടുത്ത ലെവലിലോട്ട്, ലെവലിലോട്ട് കാര്യങ്ങൾ കയറുകയാണ്. സെയിൻറ്റ് ജോൺ ക്രിസോസ്തോം, സഭാപിതാവായ ക്രിസോസ്തോം പിതാവ് ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് അതുപോലെ വായിക്കാം. 2 ആവർത്തി വായിക്കാം, അത് മനസ്സിൽ കിടക്കട്ടെ. അതിങ്ങനെയാണ്: ഹി സ്പീക്സ് ജെന്റ്ലി നൗ. ഹി സ്പീക്സ് ജെന്റ്ലി നൗ ബിക്കോസ് ദ സ്റ്റോം ഇസ് നിയർ. ഹി സ്പീക്സ് ജെന്റ്ലി നൗ ബിക്കോസ് ദ സ്റ്റോം ഇസ് നിയർ. അവനിപ്പോൾ ശാന്തമായി സംസാരിക്കുന്നു, കാരണം കൊടുങ്കാറ്റ് ചാരത്തുണ്ട്. അവനിപ്പോൾ ശാന്തമായി സംസാരിക്കുന്നു, കാരണം കൊടുങ്കാറ്റ് ചാരത്തുണ്ട്. കർത്താവിൻ്റെ ഈ ഫെയർവെൽ ഡിസ്കോഴ്സ്, ഈ അവസാനത്തെ വാക്കുകൾക്ക് ഇതിലും നല്ലൊരു കുറിപ്പ് എഴുതാനില്ല. ഹി സ്പീക്സ് ജെന്റ്ലി നൗ ബിക്കോസ് ദ സ്റ്റോം ഈസ് നിയർ. അവൻ സൗമ്യമായി, ശാന്തമായി, ഇൻറ്റൻസായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, കാരണം അവനറിയാം ഒരു കൊടുങ്കാറ്റ് ചാരത്തുണ്ട്. നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റ് ചാരത്തുള്ളപ്പോൾ കർത്താവിൻ്റെ സാമീപ്യത്തിൻ്റെ ചാരെ എബൈഡ് ഇൻ ഹിസ് വേർഡ്സ്. കർത്താവിൻ്റെ വാക്കുകളിൽ നമ്മൾ വസിക്കണം, കർത്താവിൽ നമ്മൾ വസിക്കണം. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 616 പറയുന്നുണ്ട്: ക്രൈസ്റ്റ് ലവ് അൺടു ഡെത്ത് റെസ്റ്റോർസ് കമ്മ്യൂണിയൻ. കർത്താവിൻ്റെ കുരിശോളം എത്തിയ, മരണത്തോളം എത്തിയ അവൻ്റെ സ്നേഹം നമ്മുടെ ഈ ബന്ധത്തെ തിരിച്ചു പിടിക്കുന്നു. അതാണ് സ്നേഹം ഈശോ പറഞ്ഞത്. എബൈഡ് ഇൻ മീ, കമ്മ്യൂണിയൻ. ആ കമ്മ്യൂണിയനിലേക്ക് നമ്മൾ എത്തിച്ചത് കർത്താവിൻ്റെ മരണത്തോളം എത്തിയ, കുരിശോളം എത്തിയ സ്നേഹമാണ്. അപ്പോൾ ബെനഡിക്റ്റ് 16 ദേവൂസ് കാരിത്താസ് എസ്ത് എന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം: ക്രിസ്ത്യൻ ലവ് ഈസ് ബോൺ ഫ്രം കോണ്ടംപ്ലേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ക്രൂശിതനായ കർത്താവിൻ്റെ ധ്യാനത്തെ, ക്രൂശിതനായ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ധ്യാനമാണ്. ക്രൂശിതനായ കർത്താവിനെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്തീയ സ്നേഹം പിറവിയെടുക്കുന്നത്. ക്രൂശിതനായ കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചാലേ ട്രൂ ക്രിസ്ത്യൻ ലവ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും കുരിശിലെ സ്നേഹം വിട്ടുകൊടുക്കലിൻ്റെ, ആത്മദാനത്തിൻ്റെ, കംഫേർട്ട് നോക്കാത്ത, റെസിപ്രോക്കൽ സ്നേഹം നോക്കാത്ത സമർപ്പണത്തിൻ്റെ സ്നേഹമാണ്. അതാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പാഠപുസ്തകം. ഇന്ന് ലോകം മുഴുവൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കിയേ പ്രാക്ടിക്കലായിട്ട്. ലോകം മുഴുവൻ പറയുന്നത് സ്നേഹത്തെക്കുറിച്ച്. എല്ലാ പാട്ടും സ്നേഹത്തെക്കുറിച്ചാണ്, സിനിമകൾ സ്നേഹത്തെക്കുറിച്ചാണ്. പക്ഷേ ആ സ്നേഹവും ഈശോയുടെ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശോയുടെ സ്നേഹം കുരിശിലെ സ്നേഹമാണ്. അതാണ് മാർപ്പാപ്പ പറയുന്നത്, ഈശോയുടെ കുരിശിലെ സ്നേഹത്തെ ധ്യാനിച്ചാലേ ക്രിസ്തീയ സ്നേഹത്തിൽ നമുക്ക് വളരാൻ പറ്റൂ. ക്രിസ്ത്യൻ ലവ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് ഗിവിങ് ലവ്. ആത്മദാനത്തിൻ്റെ സ്നേഹമാണ്. ഇന്ന് കുടുംബങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ. പക്ഷേ നമ്മുടെ പ്രശ്നം ലാക്ക് ഓഫ് എബൈഡിങ്. ഒരാളിൽ വസിക്കട്ടെ, അത്രയും ഇൻറ്റിമേറ്റ് ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. അപ്പനിൽ ഭർത്താവിൽ ഭാര്യ വസിക്കട്ടെ, ഭാര്യയിൽ ഭർത്താവ് വസിക്കട്ടെ, മക്കളിൽ മാതാപിതാക്കൾ വസിക്കട്ടെ, മക്കൾ മാതാപിതാക്കളിൽ വസിക്കട്ടെ. എബൈഡിങ് ഇൻ ഈച്ച് അതർ. അതായത് ലോകത്തിൻ്റെ എവിടെ പോയാലും മക്കളിൽ ആര് കാണും? അപ്പനും അമ്മയും കാണും. എവിടെ പോയാലും ഭർത്താവിൽ ആര് കാണും? ഭാര്യ കാണും. എവിടെ പോയാലും ഭാര്യയിൽ ആര് കാണും? ഭർത്താവ് കാണും. എബൈഡിങ് ഈച്ച് അതർ. അതാണ് ട്രൂ ലവ്. കമ്മ്യൂണിയൻ, കൂട്ടായ്മയിലേക്ക് സ്നേഹം എത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, കുട്ടികൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്ന് റിലേഷൻഷിപ്സൊക്കെ വളരെ ടെമ്പററി ആകുന്ന കാലത്ത്, റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ ആധാരം എൻ്റെ തന്നെ ഓൺ കംഫേർട്ട് ആകുന്ന കാലത്ത് ക്രൈറ്റീരിയ അതാണ്. എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ സ്നേഹിക്കും, ഇനി കംഫർട്ടബിൾ അല്ലെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ദിസ്. കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സ്നേഹം പഠിപ്പിക്കുകയാണ് ഈശോ കുരിശിലെന്ന് മനസ്സിലാക്കണം. അവസാനം ധ്യാനിക്കാനുള്ള വാക്ക് ലവ് ഡീപ്പൻസ് ഇൻ സ്റ്റേയിങ്. ലവ് ഡീപ്പൻസ് ഇൻ സ്റ്റേയിങ്. ചേർന്ന് ഒരാൾ വസിക്കുമ്പോഴാണ് സ്നേഹത്തിന് ആഴമേറുന്നത്. ലവ് ഡീപ്പൻസ് ഇൻ സ്റ്റേയിങ്. പ്രാർത്ഥിക്കാം. കർത്താവേ,
ഈശോയെ, നിന്റെ വിടവാങ്ങൽ വാക്കുകളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, നിന്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, നിന്നിൽ വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവേ. ഒരു കൊടുങ്കാറ്റ് ചാരത്തുള്ളപ്പോൾ നിന്റെ വാക്കുകളിൽ ഞങ്ങൾ വസിക്കട്ടെ. നിന്റെ കുരിശിൽ ഞങ്ങൾ ശക്തി സ്വീകരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.